ഹായ്. ആ, ഞാൻ വീണ്ടും ഒരു പാട്ട് പാടാനായിട്ട് വന്നേക്കുവാ. രണ്ട് പാട്ട് നേരത്തെ പാടിയായിരുന്നു. അതിൽ കുറേ പേര് സപ്പോർട്ട് ചെയ്ത്, കുറച്ച് പേര് സപ്പോർട്ട് ചെയ്തില്ല. പിന്നെ കുറച്ച് പേര് പറഞ്ഞ് ഇനി മേലെ പാടാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞ് പാടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തായാലും ഒരു പാട്ടും കൂടി പാടാമെന്നും പറഞ്ഞ് കുറേ നേരം കൊണ്ട് പാടിക്കൊണ്ടിരിക്കുക, ശരിയാവുന്നില്ല. അപ്പോൾ എന്തായാലും നോക്കാം. പറ്റുന്ന രീതിയിൽ, നമ്മൾ വലിയ പാട്ടുകാരൊന്നുമില്ല, പറ്റുന്ന രീതിയിൽ ഞാൻ പാടുകയാണ്. പാടുന്ന നല്ല ആൾക്കാർ, ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി അവർ ഇത് കണ്ടിട്ട് ചീത്ത വിളിക്കില്ല. എന്ന് വെച്ചാൽ ഒരു ഡ്രൈവർ മറ്റുള്ളവർ വണ്ടി ഓട്ടിക്കുമ്പോഴത്തേക്ക് കുറേ കുറ്റങ്ങൾ പറയും. അതേ കണക്കാണ്. ആദ്യം ഡ്രൈവിങ് പഠിക്കാൻ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പയ്യെ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ പക്ക ഡ്രൈവർ ആവുന്നത്. അതേ കണക്കല്ല, ഒരു പാട്ട് ഞാൻ കുറേ നോക്കി, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ആൽബം സോങ്ങൊക്കെ ഉണ്ടല്ലേ, സലീം കോടത്തൂർ, ഷാഫി, അങ്ങനെ കുറേ ആൾക്കാരുടെ പാട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ കേൾക്കുമ്പം നെഞ്ചിലൊരു പെടച്ചിലാണ്. അത് ആ ഒരു പ്രണയത്തെ എല്ലാം അതിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ അവർ പാടുന്നത്. അതൊക്കെ കുറേ പാട്ടുകൾ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു പെടച്ചില്ല. എന്നെപ്പോലെ അങ്ങനെ മനസ്സിൽ പെടച്ചിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആൽബം സോങ്, അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട്. അതൊരു പ്രത്യേക ഫീൽ. അത് ഇരുന്ന് കേട്ടു പോകും നമ്മൾ. അപ്പം ആ ഒരു പാട്ടാണ് ഞാൻ എന്തുപോലും ഒന്ന് പാടാൻ പോകുന്നത്. അത് കണക്കൊരു പാട്ടാണ്. പക്ഷെ അവർ പാടുന്ന കണക്കൊന്നും വരത്തില്ല, ഞാൻ പാടുന്നതിൻ്റെ അടുത്ത് അവരും വരത്തില്ല. അപ്പോൾ എന്തായാലും ഒന്ന് പാടി നോക്കാം. പാടി നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി എന്തുവന്നു. ആ നല്ല നാള് മറഞ്ഞില്ലേ പെണ്ണേ, നീയങ്ങ് ബീവിച്ച മഞ്ഞില്ലേ, ഞാൻ തന്ന സ്നേഹം കാണാതെ പൊന്നേ മറ്റൊരു കൂട്ടിൽ പോയില്ലേ, ആ കൂട്ടിൽ സുഖമല്ലേ പൊന്നേ, നിൻ പ്രിയതമനും എന്നെന്നും സുഖമല്ലേ മുത്തേ, കടലോളം സ്നേഹം തന്നിട്ടും നീ ഇന്നും കണ്ണീരായി മാറിയതെന്താണ്, കണ്ണീരായി മാറിയതെന്താണ്. ഇതാണ് പാട്ട്. അപ്പം അത്യാവശ്യം എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ പാടിയത്. ആരും ചീത്ത വിളിക്കരുത്. കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ പാടുമ്പം വീണ്ടും ഞാനത് കേട്ട് നോക്കും എങ്ങനെയാണെന്ന്. അത് കേൾക്കുമ്പോൾ എനിക്കറിയാം പോരെന്ന്. എന്നിട്ടും ഞാനത് പാടുന്നതേ ഉള്ളൂ. പിന്നെ ഇത് എന്തായാലും നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയും. പക്ഷെ ഇങ്ങനെയുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഭയങ്കര ഫീലിംഗാണ്.